ഹലോ ഫുഡീസ്, ഒരു കിടിലൻ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈന്റെ റെസിപ്പി നോക്കിയാലോ? കാണിച്ചു തരാം. ചിക്കൻ ഫ്രൈ ഒന്നും ഇങ്ങനെ ഉണ്ടാക്കരുതെന്ന് ഞാൻ പറയുള്ളൂ, കാരണം അത്രയും അഡിക്റ്റീവ് ആണ്. ചിക്കൻ ഫ്രൈ ആകുമ്പോൾ ചിക്കൻ വേണമല്ലോ. അപ്പോൾ ഒരു 1.5 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്ന് പറയണില്ല, ഒരു 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു 1/2 ചെറുനാരങ്ങ, ഒരു വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യും. ഇതോടെ കഴിഞ്ഞില്ല, ഇനി മസാലയ്ക്ക് വേണ്ടി മാത്രം ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാം. ഒരു അരമണിക്കൂർ പറ്റുമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പാൻ വെച്ച് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കുക. ഓയിൽ ചൂടായ നമ്മുടെ ചിക്കൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത്. ഇനിയാണ് ഇതിന്റെ ബെസ്റ്റ് പാർട്ട്. നമ്മൾ ബാക്കി വന്ന മസാലയിൽ ഒരു 2 ഹാൻഡ്ഫുൾ ഓഫ് തേങ്ങ ഗ്രേറ്റ് ചെയ്തത്, 3-4 വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു നുള്ള ജീരകം, ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഓയിലിൽ നിന്ന് മാറ്റാം. വേറൊരു ബോൾക്ക് മാറ്റിയിട്ട് ആ ബാക്കി വന്ന സെയിം ഓയിലിൽ തന്നെ നമ്മുടെ തേങ്ങയുടെ മിക്സ്ചറും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇത് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ മുകളിൽ കോക്കനട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇതിൽ ചിക്കനേക്കാളും ടേസ്റ്റ് ആ തേങ്ങയുടെ മിക്സ്ചറിനാണ്.